ഐശ്വര്യന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവ് ഫ്ലൈറ്റ് ഡിലേ ഉള്ളവരുണ്ട് ഈശോയെ, അതിന് ടിക്കറ്റ് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവ് ഫ്ലൈറ്റ് ഡിലേ ഉള്ളവരുണ്ട് ഈശോയെ, അതിന് ടിക്കറ്റ് കിട്ടാത്തവരുണ്ട് ഈശോയെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാനോ തിരികെ പോകാനോ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ, നാട്ടിൽ വന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ, അവരെ സ്വാർത്ഥയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. എന്ത് വിഷയമായാലും ഈശോയെ, അതിനുമേലെല്ലാം ദൈവം എന്നിൽ അംഗീകാരം മുദ്ര ചാർത്തിരിക്കുന്നു. സമസ്തവും കർത്താവെ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നാണ് ചെയ്ത ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് അടിയാൻ പ്രാർത്ഥിക്കുന്നു. സകലമാന ജീവിത ദുരിത തടസ്സങ്ങളും യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിക്കൊണ്ട് ദൈവം നാം മഹത്വപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ, ജോലിയില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെളിച്ചമില്ലാത്തവരെ കർത്താവേ, പലതരത്തിൽ പരീക്ഷകൾ എഴുതിയതിനു ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ സാധിച്ച് പ്രാർത്ഥിക്കുന്നു. വന്ന റിസൾട്ടിൽ കർത്താവെ അവർക്കുണ്ടായിരിക്കുന്ന ആവശ്യമായ യോഗ്യതയില്ലെങ്കിൽ അത് നടപടിക്രമങ്ങൾ എത്രയും വേഗം കർത്താവെ അവർ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളോർത്ത് വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും ഓട്ടിസം പോലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി രോഗികളുള്ളവരുടെ മേൽ അടിപ്പഴ പോലെ വൈതാക്കുന്ന പോലെ ദൈവികമേ കർത്താവ് ദൈവികമായ ശക്തി ഓട്ടിസം രോഗികൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ശക്തി പ്രാർത്ഥനയിലും ആരാധനയും ശക്തിയാൽ ഹൈപ്പർ ആക്ടിവിറ്റിയിലെ കുഞ്ഞുങ്ങളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാമനോരോഗികളും മദ്യപാന ആസക്തികളാൽ വിഷമിക്കുന്നവരും പല പോസ്കോ കേസ് മൂലം കേസിലൊക്കെ അപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് മാനസാന്തരത്തിനുണ്ടാകുകയും അത് വിടൂരുണ്ടായാലും പൊതുജീവിതത്തിലേക്ക് അവരെ തിരികെ വരുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു.